അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഏറെ സന്തോഷത്തിലാണ്. ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ വീണ്ടും ഒരിക്കൽ കൂടി വിശുദ്ധ റമദാൻ ഷെരീഫുമായി ഒത്തുചേരുവാനും അതിലെ സൗഭാഗ്യങ്ങളുമായി സഹകരിക്കുവാനും നമുക്ക് അവസരമേകിയിരിക്കുകയാണ്. ഈ സന്ദർഭം എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങളുടെ കുടുംബാദികൾക്കും, ലോക മുസ്ലിമീങ്ങൾക്കാകമാനവും ഈ റമദാൻ ഷെരീഫിൽ അള്ളാഹു സൗഭാഗ്യകരമായി ഒരുക്കി വച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നേടിയെടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധേയമായൊരു ഉപദേശമുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയോട് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു നാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഔസിനി യാ അബതി ഫഖാല ഇൻവി അൽ ഖൈർ ഫഇന്നക ലാ തസാലു ബിഖൈരിൻ മാ നവൈതൽ ഖൈർ. പിതാവേ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഉപദേശം എനിക്ക് നൽകണം. എത്ര ഹൃദ്യമാണ് ആ ചോദ്യമെന്ന് ആലോചിക്കുക. പിതാവിനോട് എന്തെങ്കിലും ഉപദേശം ചോദിക്കുകയാണ്. അപ്പോൾ മകനോട് പിതാവ് പറയുന്നു, മോനെ, എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യണമെന്ന് നീ നിയ്യത്താക്കണം. നീ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിയ്യത്താക്കിയിട്ടുള്ള കാലമത്രയും നീ ആ നന്മ ചെയ്തവനെ പോലെയാണ്, ആ നന്മയിലായിക്കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ദൗർഭാഗ്യകരമായി ആ പ്രവൃത്തി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, ചില സാഹചര്യങ്ങൾ തടസ്സപ്പെട്ടു പോയാൽ പോലും നമ്മൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടായി എന്നതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ ഗുണഫലവും പ്രതിഫലവും നമുക്ക് ലഭ്യമാകും എന്ന് സാരം. റമദാനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നന്മയുടെ കവാടങ്ങൾ ഒരുപാടായി നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും പൈശാചികതയുടെ ശല്യമുണ്ടാകാത്ത വിധം അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഈ മഹത്തായ സൗഭാഗ്യ സാഹചര്യങ്ങളിൽ സാധ്യമായത്രയും കൂടുതൽ അമൽ സാലിഹാത്തുകൾ നിർവഹിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരുപാട് വാതിലുകൾ അതിൻ്റെ മുമ്പാകെ തുറക്കപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ എല്ലാം പ്രവേശിച്ച് സാധ്യമായ നന്മകളിൽ വ്യാപൃതമാകാൻ നമുക്കേവർക്കും റബ്ബ് സുബ്ഹാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.